മരുന്നുകൾ പകുതി വിലയിൽ വിശ്വസ്തയോടെ ഇനി മേപ്പാടത്തും. ചേലക്കര മേപ്പാടം സെന്ററിൽ ജനനന്മ മെഡിക്കൽസ് പ്രവർത്തനം തുടരുന്നു. ഉതുവടിക്കും പാഞ്ഞാളിനും പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി മേപ്പാടത്തുകാർക്കും സ്വന്തം. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10% മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് 50% ലാഭവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം, അതാണ് ജനനന്മ. ജനനന്മ മെഡിക്കൽസ്, മേപ്പാടം സെന്റർ, ചേലക്കര. ചേലക്കരയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായി വാഴക്കോട് കരിയർ ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. MP.K. രാധാകൃഷ്ണൻ നാടമുറിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഉദ്യോഗാർത്ഥികൾക്കും നിർധനരായ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും ആധുനിക തൊഴിൽ മാർഗനിർദ്ദേശങ്ങൾ ലഭ്യമാക്കുന്ന കരിയർ ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. വാഴക്കോട് ജംഗ്ഷനിൽ പണി പൂർത്തിയായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. കരിയർ ഗൈഡൻസും പരിശീലനവും സൗജന്യമായി ലഭിക്കുന്നു എന്നത് ഈ പദ്ധതിയുടെ വലിയ പ്രത്യേകതയാണ്. ഈ മേഖലയിലെ യുവജനങ്ങളുടെ ഭാവി മുൻനിർത്തി ഇത്തരമൊരു മികച്ച പദ്ധതി ചേലക്കരയിൽ യാഥാർത്ഥ്യമാക്കുവാൻ മുൻകൈയെടുത്ത ബഹുമാനപ്പെട്ട MLA ശ്രീ UR പ്രദീപിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ നിരന്തരമായ ഇടപെടലും വികസനത്തോടുള്ള പ്രതിബദ്ധതയുമാണ് ഇന്ന് ഈ കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുവാൻ നമ്മെ സഹായിച്ചത്. ഈ സെന്റർ നൽകുന്ന കരിയർ കൗൺസിലിംഗും പരിശീലനങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തി മികച്ച വിജയങ്ങൾ കൈവരിക്കുവാൻ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സംവരണ മണ്ഡലമായ ചേലക്കരയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കരിയർ ഗൈഡൻസ് ഉറപ്പാക്കുന്ന ഈ കേന്ദ്രം വലിയൊരു ആശ്വാസമാകും. മുഖ്യാതിഥി ആലത്തൂർ MP.K. രാധാകൃഷ്ണൻ സെന്ററിന്റെ നാടമുറിച്ച് പ്രവേശനോദ്ഘാടനം നിർവഹിച്ചു. ശേഷം ഇത് തുടങ്ങാം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. കെട്ടിടം വെറുതെ ഉദ്ഘാടനം ചെയ്തിട്ടൊരു കാര്യമില്ല, ഉണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഇന്റീരിയറിന്റെ കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം ഉദ്ഘാടനം ചെയ്യാവുന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ 2024 ഡിസംബറിൽ വന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. അത് കാര്യമല്ലേ? ഉദ്ഘാടനം ചെയ്ത് അവസാനം പറയുക അതാകെ. അപ്പം അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 49-50 ലക്ഷം രൂപ കൂടി അഡീഷണൽ. അങ്ങനെ ഏകദേശം 1,61,80,000 രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു കരിയർ സെൻറ്റർ എടുത്തുവെച്ചത്. അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ഇവിടെ എല്ലാവരും പറഞ്ഞു. നമ്മുടെ മണ്ഡലം ഉന്നത വിദ്യാഭ്യാസ രംഗത്തടക്കം വലിയ മുന്നേറ്റമുണ്ടാകും. നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരവധിയുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്ന കുട്ടികളെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ഡെവലപ്മെൻറ്റ് കരിയർ സെൻറ്റർ അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആരംഭിച്ചത്. നമ്മുടെ ഇതുപോലെയുള്ള ഗ്രാമപ്രദേശത്തിലെ കുട്ടികൾക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ തന്നെ അവസരങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ വരുന്ന അവസരങ്ങൾ ഏറ്റവും ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താൻ ഈ സെൻറ്റർ ഉപയോഗപ്രദമായി മാറും. ഇന്റർനെറ്റിന്റെ അതിവേഗ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ലോകോത്തര നിലവാരത്തിലുള്ള മത്സര പരീക്ഷാ പരിശീലനവും തൊഴിൽ മാർഗനിർദ്ദേശങ്ങളും ഇനി ഗ്രാമപ്രദേശങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്കും വിരൽത്തുമ്പിൽ ലഭ്യമാകും. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസിന് കീഴിലുള്ള ഈ കേന്ദ്രത്തിൽ സൈക്കോമെട്രിക് ടെസ്റ്റുകൾ, കരിയർ കൗൺസിലിംഗ്, പ്രീ ഇന്റർവ്യൂ പരിശീലനം, ഭാഷാ നൈപുണ്യ വികസനം തുടങ്ങിയവ തികച്ചും സൗജന്യമായാണ് നൽകുന്നത്. വാഴക്കോട് ജംഗ്ഷനിലെ പുതിയ കെട്ടിടം തുറന്നു നൽകുന്നതോടെ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾക്കാണിപ്പോൾ ചിറകുമുളച്ചിരിക്കുന്നത്. ചേലക്കര MLA UR പ്രദീപ് അധ്യക്ഷനായ ചടങ്ങിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ തുടങ്ങി നിരവധി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. ഓരോ വകുപ്പിലും എണ്ണിയാൽ തീരാത്ത വലിയ മാറ്റങ്ങൾ നമുക്കെല്ലാം ഒട്ടേറെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തൊഴിൽ വകുപ്പ് മുൻകൈയെടുത്ത് നടത്തിയ ഈ പ്രവർത്തനം മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ്. ധാരാളം ചെറുപ്പക്കാർക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ വെളിച്ചം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നല്ല പ്രൊജക്റ്റാണ് ഈ കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ. ഇപ്പോൾ ഇതിൻ്റെ സ്വകാര്യ രംഗത്ത് ധാരാളം ആളുകൾ ഇത്തരം ആളുകളെ വലിയ തോതിൽ പണം പിഴിഞ്ഞുകൊണ്ടാണ് ഈ രംഗത്ത് അവർ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ശരിയായ വഴി കാണിച്ചു കൊടുക്കണ്ടോ ചോദിച്ചാൽ ഇല്ല. MLA ഓഫീസിലുമെല്ലാം നിരവധി ചെറുപ്പക്കാർ ഇങ്ങനെ
പണമടച്ച് അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് ക്ലാസ്സും കാര്യങ്ങളെല്ലാം അവർക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് പണം കടവാങ്ങി അടച്ച ആളുകൾ അവർ വഞ്ചിതരായി പല സ്ഥലങ്ങളിലും പരാതിപ്പെട്ടു പോകുന്ന ഒരവസ്ഥയും കാണാറുണ്ട്. എന്നാൽ അതിനെല്ലാം പരിഹാരം ഒന്ന നിലയ്ക്കാണ് ഇവിടെ പണം ഈടാക്കാതെ സാധാരണക്കാരൻ ഏത് നിലയ്ക്കും നല്ല വിദ്യാഭ്യാസം നേടി ഭാവി എന്താവും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു നല്ല സംരംഭമാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. CCV ന്യൂസ് ചേലക്കര.